ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യാം ആൻഡ് വി ക്യാൻ സെറ്റ് അപ്പ് ദ മീറ്റിംഗ്. ആൻഡ് ഇവിടെ കാർത്തിക ഇല്ലല്ലോ. ഓ താങ്ക് ഗോഡ് ഷീസ് നോട്ട് കം. ഞാനിതെന്തിനാ ഈ ഫേക്ക് കോൾ ചെയ്യുന്നേ? ഹൗ ഐ സ്റ്റുപ്പിഡ് ഓഫ് മീ. എനിക്കിത് എന്താ പറ്റിയേ? ഈ പ്രീത അവളെ എന്തിനാ ഞാൻ നോക്കിയത്? അതിൽ മാത്രം എന്താ അവൾ ഇത്ര പ്രത്യേകത? ഓക്കെ റിലാക്സ് രോഹിത്, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? സ്കൂൾ ടൈമിൽ ആദ്യത്തെ തെറ്റ് ഒളിപ്പിച്ച് വെക്കുന്ന പോലെ. ഓക്കെ ഓക്കെ റിലാക്സ് റിലാക്സ്. ഐ എം ഫൈൻ ഐ എം ഫൈൻ. എനിക്കിത് എന്താ പറ്റുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഹലോ, ഇവിടെ എന്താ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്? ഞാൻ ഫോൺ ചെയ്യായിരുന്നു അച്ഛമ്മേ. എടാ, താഴെ അതിഥികൾ വന്നിട്ടുണ്ട്. നീ ഈ വീട്ടിലെ മൂത്ത മകനാ. അവരെ കാണേണ്ടത് നിന്റെ കടമയാ. ബിസിനസ് പാർട്ട്നേഴ്സിനോട് മാത്രം സംസാരിച്ചാ പോരാ. ഓക്കെ കം ഓൺ ലെറ്റ്സ് ഗോ. സ്ലോ ആയിട്ടാണല്ലോ മദ്യപിക്കുന്നത്. വേഗം കുടിക്കലിയാ. എന്റെ നിശ്ചയാണോ? ഓട്ടോ തന്നെ അടിക്കണം. എന്തുപറ്റി ബ്രോ? എന്താ കാര്യം? എടാ സോഫി നിന്റെ പുറകിലുണ്ട്. അവളെ എന്തിനാ ഒളിക്കുന്നത്? അവളെ നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ? അയ്യോ എന്റെ ആളിയ, ഓരോ മനുഷ്യനും സിക്സ് സെൻസ് ഉണ്ട്. എമർജൻസിയിൽ ഈ സിക്സ് സെൻസ് ആക്റ്റീവ് ആവും. ഇന്ന് എന്റെ ആറാം എന്തിനും പറയുന്നത് ഈ പെണ്ണെന്ത് പണിയും കൊണ്ടാ വന്നേന്നാ. അവിടെ വരുന്നുണ്ട്. അപകടം വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നടാ. ഫോൺ വിളിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി. ഇനി എന്താ ചെയ്യാ? സോഫിയ, സോഫിയ മൈ ഡോൾ, മൈ സ്വീറ്റ് ബേബി. നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞല്ലേ കാണാൻ പറ്റില്ലെന്ന്. ഐ മീൻ ബിസി ആയതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. അല്ല എന്തു പറ്റി? ആയിനു, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എനിക്കൊരു സ്വീറ്റ് സർപ്രൈസ് ഉണ്ടെന്ന്? അപ്പൊ പിന്നെ എനിക്ക് വന്നല്ലേ പറ്റൂ. സർപ്രൈസ്? അല്ല എന്ത് സർപ്രൈസ്? കിരൺ, US മീഡിയയിലെ എന്റെ കസിനെ. ഓഫ് കോഴ്സ് റിഹാൻ. യെസ് യെസ്. നിനക്കറിയില്ലേ, അവൻ ഒരു തവണ എന്നെ പറ്റി ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും US ലെ ഏറ്റവും വലിയ മാഗസീനിൽ. ആക്ച്വലി ഹി മേഡ് മീ എ സൂപ്പർ സ്റ്റാർ. ഓ ചിയേഴ്സ് ഗയ്സ്. ആൻഡ് യു നോ, നമ്മളിപ്പോൾ ഡേറ്റിംഗിലാണെന്ന് റിഹാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവന് സന്തോഷം കൊണ്ട് ഭ്രാന്തായി. ഗസ് വാട്ട്? ഇപ്പോ അവൻ ഇന്ത്യയിലുണ്ട്. നമ്മൾ രണ്ടിന്റെയും ലവ് സ്റ്റോറി വെച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാൻ ആഗ്രഹിക്കുക. റൊമാൻസ് ഇസ് ഇൻ എയർ ഫോർ കിരൺ ആൻഡ് സോഫിയ. നമ്മൾ രണ്ടുപേരും ടൈം പാസ് അല്ലേ? How is it even possible? മൈ പേരൻസ് were crazy. അവർ റിഹാനെ തടഞ്ഞു. ഇങ്ങനെ ആർട്ടിക്കിൾ ഒന്നും എഴുതാൻ പറ്റില്ലെന്ന്. I'm so happy. Your parents are so sensible. I just love them. They love you too. അറിയാമോ അവർ എന്താ പറഞ്ഞെന്ന്? അവർ പറഞ്ഞത് ആദ്യം നമ്മുടെ എൻഗേജ്മെന്റ് കഴിയട്ടെ എന്ന്. അതിനുശേഷം ആർട്ടിക്കൽ. വാട്ട് യു സേ? ഇന്ന് കാർത്തികയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ മുഹൂർത്തവും നല്ലതാണല്ലോ. ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ നിശ്ചയം നടത്തി കളയാം. യു നോ, നമ്മുടെ ലവ് സ്റ്റോറി ബ്രേക്കിംഗ് ന്യൂസ് ആകുമെന്നാ റിഹാൻ പറഞ്ഞത്. അതെ ചേട്ടാ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ചേട്ടാ വളരെ അർജന്റ് ആണ്, ഒന്ന് സോഫിയ, ഞങ്ങൾ രണ്ടുപേരും പോരാ. കിരൺ, കിരൺ, listen. കിരൺ, അക്ഷയ്, കിരൺ എവിടേക്കാ പോയത്? ഞാനിതാ വരുന്നു. ഞാൻ ഇതാ വരുന്നു. അല്ല കിരൺ. പ്രീത, എനിക്ക് ചിലത് പറയാനുണ്ട്, ഒന്ന് വരൂ. പക്ഷെ ഞാൻ പാവമാണെന്ന് നമ്മൾ കരുതിയ ചേട്ടൻ അത്ര പാവൊന്നുമല്ല. ആളൊരു വലിയ പുള്ളി തന്നെയാണ്. ഏത് ചേട്ടന്റെ കാര്യം പറയുന്നേ? കാര്യം ഒന്ന് വേഗം പറ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. അതെ, രോഹിത് ചേട്ടൻ. എന്താ സംഭവിച്ചെന്നറിയാമോ? ഞാനേ കോറിഡോറിലൂടെ വരികയായിരുന്നു. ഞാൻ നോക്കുമ്പോ രോഹിത് ചേട്ടൻ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ചേട്ടനോട് ചോദിച്ചു ആരാണ് ഈ നോക്കുന്നതെന്ന്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അങ്ങേരുടെ മുഖം കണ്ടാൽ അറിയാം ഏതോ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. രോഹിത് സാറോ? പെൺകുട്ടി നോക്കുന്നുണ്ടോ? അതേ പ്രീത, പക്ഷെ പേരെന്താണെന്ന് പറഞ്ഞില്ല. നിനക്കറിയോ കാർത്തിക, രോഹിത് സാറിന്റെ കല്യാണം നടന്നു കാണാൻ ആന്റി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുമല്ല, ആന്റി രോഹിത് സാറിന് വേണ്ടി ഒരു പെൺകുട്ടിയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ രോഹിത് സാറിന് ഒരു പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ പിന്നെ അതിൽ പരം നല്ല കാര്യം വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. വീട്ടിലെല്ലാവർക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടും. രോഹിത്, ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയട്ടെ. പറയണ്ടെന്ന് ഞാൻ എങ്ങനെ അച്ഛമ്മയോട് പറയുന്നേ? അച്ഛമ്മ പറയേ. മോനെ, എന്റെ കാലിപ്പ ശരിയായി. എനിക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ട്. അച്ഛമ്മേ, ഇത് വലിയ സീക്രട്ട് ഒന്നും അല്ല. ഇനി ഞാനൊരു സീക്രട്ട് പറഞ്ഞോട്ടെ? നിന്റെ കയ്യിലും ഉണ്ടോ സീക്രട്ട്? എന്നാ പറ. അതെ അച്ഛമ്മേ, എന്റെ മനസ്സെന്താ പറയുന്നറിയോ?
ഐ സീ. മാഡം നിങ്ങളെ വിളിക്കുന്നു. ആ വാ. നീ എന്നെ കളിയാക്കുകയാണോ? നിന്നെ പോലൊരു മണ്ടൻ. നിന്റെ കയ്യിൽ ഒരു സീക്രട്ടും ഉണ്ടാവില്ല. ഒരു സീക്രട്ടുകാരൻ വന്നിരിക്കുന്നു. ഞാൻ പോവാ. മണ്ടനോ? വാട്ട് യു മീൻ ബൈ മണ്ടൻ? ആ ഹായ്. ഹായ്. ഓ ഗോഡ്, ആരും അറിയാതെ ഇവിടെ സ്മൈൽ എക്സ്ചേഞ്ച് നടത്തുകയാണോ? ചേട്ടാ ശരിക്കും സോഫിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പക്ഷെ സോഫി എങ്ങനെ? രോഹിതേട്ടന് ഓൾറെഡി അറിയാലോ സോഫിയ കിരണിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. എന്നിട്ടും അവളെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ വീണ്ടും വീണ്ടും. അതിനു വേണ്ടി സോഫിയയിൽ എന്ത് പ്രത്യേകതയാണ് ചേട്ടൻ കാണുന്നത്? അപകടം. സോഫിയ എന്ന അപകടം. നിനക്കൊന്നും മനസ്സിലാവില്ലടാ. ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അവൾ ഈ ചെയ്യുന്നേ. എൻഗേജ്മെന്റ്, അതും അവളുടെ കൂടെ. ഇറ്റ് വാസ് ജസ്റ്റ് ടൈം പാസ് യാ. അവളോട് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല, ഒരു ഹിന്ദും നൽകിയിട്ടില്ല. ഷീസ് എ സ്മാർട്ട് ഗേൾ യാ, പ്ലേയിങ് ഗെയിം വിത്ത് മീ. അവളോട് ഞാൻ നോ എന്ന് പറഞ്ഞ അവളുടെ ആ റൈറ്റർ കസിൻ എന്നെ നശിപ്പിച്ച് കളയുന്നേ. അതായത് കിരൺ എന്ന സൂപ്പർ സ്റ്റാറിൽ നിന്ന് കിരൺ എന്ന ലൂസർ ആവും ഞാൻ. അല്ലെങ്കിലും ആ പെണ്ണ് കല്യാണത്തിന് പറ്റിയുള്ളൂ. എക്സാക്ട്ലി. ഒരു വല്ലാത്ത അവസ്ഥയിലായല്ലോ ഞാൻ. ബ്രോ, നോ ഐ ആം ഷുവർ യു മസ്റ്റ് പ്രോമിസ് ഹർ സംതിങ്. ആർ യു ക്രേസി സമീർ? കിരൺ നമ്പ്യാർ ആർക്കും ഒരു പ്രോമിസും നൽകില്ല. ഈ സ്നേഹസത്യമൊന്നും എന്നെ കൊണ്ടാവില്ല. പകരം എന്റെ ഐറ്റംസ് എന്നെ ലവ് യു എന്ന് പറയും. ഞാൻ തിരിച്ച് ലവ് യു ഒന്നും പറയാറില്ല. എനിക്കൊരു ബാച്ചിലറായിട്ട് കഴിയാനാ ഇഷ്ടം. പിന്നെ ഈ കല്യാണമൊന്നും ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഒരു ഐഡിയ ആട്ടെ. എന്താണ് പറയേ? അതായത് സോഫിയെ നിന്നെ റിജക്ട് ചെയ്യാനായി നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ. അപ്പൊ ഈ എൻഗേജ്മെന്റ് ഡ്രാമ അവൾ തന്നെ ക്യാൻസൽ ചെയ്തോളും. പിന്നെ അവളുടെ ചേട്ടൻ ആർട്ടിക്കിൾ എഴുതിയില്ലല്ലോ. ആൻഡ് വാട്ട് യു ബ്രോ യു സേഫ് ആൻഡ് സൗണ്ട്. സമീർ, നിനക്ക് ഭ്രാന്തായോ? കിരൺ നമ്പ്യാരെ ഒരു പെണ്ണും വേണ്ടെന്ന് പറയില്ല. ഹളിയ കിരണേ, വാട്ട് ഹി മീൻസ് ടു സേ ഇറ്റ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ആ പെണ്ണ് സ്വയം നിന്നെ ഒഴിവാക്കുന്ന രീതിക്ക് നീ എന്തെങ്കിലും ഒരു കളി കളിക്ക്. ഇതൊക്കെ നടക്കോ ബ്രോ? ഗായ്സ്, നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? ചേട്ടനോടൊപ്പം വാചകം പഠിച്ചിരിക്കുകയാണോ നിങ്ങൾ? അവിടെ പൂജാരി ഗണപതി പൂജ തുടങ്ങി. വരൂ, എല്ലാരും നിങ്ങളെ അന്വേഷിച്ചിരിക്കുക. നിശ്ചയ മുഹൂർത്തം ഈസ് ഹാപ്പനിങ്. കം ഓൺ. ഇനി പയ്യനും പെണ്ണും അന്യോന്യം മോതിരം അണിയിക്കൂ. ഇവർ രണ്ടാളും ഇനി ഈ മോതിരം അണിയിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചായിരിക്കും എന്നതിന് തെളിവ് കൂടിയാണത്. ഞാൻ എടുത്തിട്ട് വരാം.
ഇത് കാർത്തികയ്ക്ക് കൊടുത്തോളൂ. ഓ ഗോഡ്, ഞാൻ എന്തൊരു സ്റ്റുപ്പിഡാണ്. ഞാനിത് എന്താ ചെയ്യാൻ പോയത്? എനിക്കിത് എന്താ സംഭവിക്കുന്നേ? ഇതെന്തൊരു ബോറിംഗ് ഫംഗ്ഷൻ ആണ്. ആശീർവാദം ആശംസകളും ആൻഡ് ഓൾ. അതെ, ഈ പെൺകുട്ടികൾ. ഹേയ്, നീ സൃഷ്ടിയല്ലേ റൈറ്റ്? ഇവിടുത്തെ ഇവന്റ് ഓർഗനൈസർ അല്ലേ നീ? യാ. നിനക്ക് വിഷമമാകില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുന്നേ. നീ ശരിക്കും ഇപ്പോഴും ആ മോഷണ കാര്യത്തിൽ ഞങ്ങളോട് ദേഷ്യത്തിലാണോ? അല്ലല്ല, ഐ എം ഗുഡ്. റിയലി? യാ. പിന്നെ ഈ പാർട്ടി ഇത്ര ബോറിംഗ് ആയിരിക്കുന്ന എന്താ? ഐ മീൻ എല്ലാം കഴിഞ്ഞില്ലേ? റിംഗ് സെറിമണിയും കഴിഞ്ഞല്ലോ, എന്നിട്ട് എല്ലാവരും കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്, ആശംസകൾ ആശംസകൾ, എല്ലാവരും അത് തന്നെ. ഐ മീൻ ഇതല്ലാതെ ഇനി വേറൊന്നും ഉണ്ടാകില്ലേ? ഡോണ്ട് വറി ഡോണ്ട് വറി. രാധിക ആന്റിയുടെ വകയുള്ള എല്ലാ റിച്വൽസും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ബോറിംഗ് നിശ്ചയം ഒരു റോക്കിംഗ് എൻഗേജ്മെന്റ് പാർട്ടി ആയിരിക്കും. റിയലി? That you mean fun and dance? Of course, Radha. I mean Kiran Nambiyarda aniyatide engagement aanu. I mean there have to be fun, dance, party, everything. Oh great. So can I just handle the DJ party? ഞാനതുണ്ടല്ലോ ഒരുപാട് ചെയ്തിട്ടുള്ളതാ. കോളേജിൽ I was the perfect. You know what? എല്ലാവരും അന്തം വിടുന്ന രീതി ഞാൻ എൻഗേജ്മെന്റ് പാർട്ടി റോക്കിംഗ് ആക്കി മാറ്റും. നീ മൈക്കിന്റെ സെറ്റപ്പ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞു തന്നാ മതി. Come let's go. I'll show you. സൃഷ്ടി ഇതുപോലൊരു ജോലി മുൻപ് ചെയ്ത് പരിചയമില്ല. എങ്കിലും എത്ര മനോഹരമായിട്ട് അവളത് മാനേജ് ചെയ്യുന്നത്. ഈ ഇവന്റിനെ പറ്റി ആരും പരാതി പറഞ്ഞ് ഞാൻ കേട്ടതുമില്ല. എൻ്റെ സൃഷ്ടി, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. മുംബൈയിലെത്തിയപ്പോൾ എൻ്റെ അനിയത്തി നല്ലൊരു കുട്ടിയായി. Hello, hello everyone. Hot or cold, shy or bold, young or old, may I please have your attention? ഏറ്റവും ആദ്യം എന്റെ ലവ്ലി ഡിയർ കാർത്തികയ്ക്കും ആൻഡ് മൈ അക്ഷയ് ചേട്ടനും ആശംസകൾ നേരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. സോ ഇറ്റ്സ് പാർട്ടി ടൈം ഗൈസ്. Now it's fun time, music time, dance time and party time. So are you ready? So ഈ ഡാൻസ് ഫ്ലോറിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന കപ്പിൾ the newly engaged couple കാർത്തിക and അക്ഷയ്. Please guys, welcome them. Come on. മിസ്റ്റർ രോഹിത് നമ്പ്യാർ, നിങ്ങളുടെ മനസ്സിൽ പ്രീത ചേച്ചിയെ കാരണം എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ സംശയം സത്യമാണോന്ന് അറിയാൻ വേണ്ടി ഈ ഡാൻസ് എന്ന ഐഡിയ ഒരുപാട് ഉപകാരപ്പെടും. കമോൺ സൃഷ്ടി, ഇതാണ് അവസരം. ചേച്ചി, എന്താ എന്താ ഇത്? ഡാൻസ്? ഞാനോ? ഡാൻസ്? ചേച്ചി പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ഇങ്ങനെ എല്ലാരും വേണ്ടെന്ന് വെച്ചാൽ പാർട്ടി എങ്ങനെ റോക്കിംഗ് ആവും? തന്നെ അല്ലേ ഇതൊരു നോർമൽ ഡാൻസ് അല്ലേ? ഒരു മിനിറ്റ്. എന്താ വട്ടായോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ഡാൻസ് കളിക്കാനോ? അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയില്ലേ. രോഹിത് സർ എന്നെക്കാളും മൂത്തതല്ലേ, പറഞ്ഞ കേൾക്കുന്നില്ല. ഉണ്ടക്കണ്ണൊക്കെ ഉരുട്ടി എന്നെ പേടിപ്പിക്കുന്നു. ചിലപ്പോ നിങ്ങളോടൊപ്പം ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയൊന്നുമല്ല. കള്ളം പറയുവാ. പ്രീത, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ would you mind? Hello everyone, I am back again and I am your DJ Radha and this is your choice. ഡാൻസിനോടൊപ്പം കുറച്ച് റൊമാൻസും ആകാം. സോ പ്ലീസ് ഗൈസ്, നിങ്ങൾ എല്ലാവരും ഫ്ലോറിലേക്ക് വരൂ. ഓ ഷേക്ക് ദ ലെഗ്, പ്ലീസ് വന്നോളൂ.
സൃഷ്ടി ഡാൻസ് ഫ്ലോർ കാലിയായിട്ട് കിടക്കുക. നോക്കി, നീ എന്താ ഡാൻസ് ചെയ്യാത്തത്? ഞാനോ? ആരുടെ കൂടെ? സമീർ ഉണ്ടല്ലോ. ഞാൻ അവളോടൊപ്പം ഡാൻസ് ചെയ്യില്ല. യു നോ വാട്ട്, ഞാൻ ഇന്ന് ഇവിടുത്തെ ഇവന്റ് മാനേജർ ആണ്. ഇവന്റ് മാനേജർ. അതുകൊണ്ട് എനിക്ക് എന്റെ എംപ്ലോയീസിന്റെ ഡിമാൻഡ് തള്ളിക്കളയാൻ പറ്റില്ല. സോറി, ഡാൻസ് ചെയ്തേ പറ്റൂ. എക്സാക്ട്ലി. അയ്യോ, ആകെ പണിയായല്ലോ. Shall we? ഓ, കിരൺ എന്നെ ജലസ് ഫീൽ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണല്ലേ? നോ വറീസ് കിരൺ, നൗ യു വാച്ച് ഔട്ട്. ഞാൻ നിന്റെ കളി നിനക്ക് തന്നെ കാട്ടിത്തരാം. ഇനി നീ കണ്ടോ, നീ എന്തുമാത്രം ജലസ് ആവാൻ പോവാണെന്ന്. സമീർ, ലെറ്റ്സ് ഗോ ഫോർ ദി ഡാൻസ്. വൈ മീ? ബിക്കോസ് എനിക്കറിയാം നീ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്ന്. ഒരു വശത്ത് 10 അടി നീളമുള്ള കാറ്റും മറുഭാഗത്ത് സോഫിയ. ലെറ്റ്സ് ഗോ. Oh wow, that's wonderful dancing couple. Please നിങ്ങൾ ഡാൻസ് കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം ഉടൻ തന്നെ ഫുൾ ഓൺ പാർട്ടി ആരംഭിക്കുകയാണ്. പിന്നെ സോങ് ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പാർട്ട്ണർ ഔട്ട് ആകുകയാണെങ്കിലോ നിർത്തുകയാണെങ്കിലോ ആ കപ്പിൾ ഔട്ട് ആകുന്നതായിരിക്കും. So guys, on your guard everybody, on the count of 1, 2, 3, change.
എങ്ങനെയെങ്കിലും രോഹിത് ഏട്ടനും സോഫിയയും നിർത്തിയില്ല. സോ ഇന്നത്തെ കപ്പിൾ ഡാൻസ് വിന്നർ രോഹിത് ഏട്ടനും സോഫിയയും. ഈ ജയത്തിൽ പ്രീതയും എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പ്രീത ഇതെവിടെ പോയി? എന്റെ ദൈവമേ, ഇതും കേറിയല്ലോ. ഈ ഒരു ഷോളും നശിപ്പിച്ചു. അതും ആ വൃത്തികെട്ട ചെകുത്താൻ കിരണിന്റെ ഡ്രസ്സിൽ കുടുങ്ങിയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. അവന്റെ ദേഹത്ത് ഒട്ടേണ്ട കാര്യം എന്തായിരുന്നു? ചിലപ്പോ അവന്റെ ചെയിനില്, ചിലപ്പോ അവന്റെ ബട്ടണില്. സാരമില്ല, ഇനി വേറെ ടൈപ്പ് ഷോളേ ധരിക്കുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളതും ആർക്കും ഇഷ്ടപ്പെടാത്തതും. ആ വൃത്തികെട്ട ചെകുത്താൻ ഇനി ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. എന്നെ ഉപദ്രവിക്കാൻ എന്തിനാ പോയി ഇത്രയും ഒട്ടുന്നേ? അല്ല, എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കുട്ടി? എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ കേട്ടായിരുന്നല്ലോ. ഓ, ദൈവമേ, എന്റെ ചെവിയിൽ എപ്പോഴും അവന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അയ്യോ അയ്യോ, വൃത്തികെട്ടവൻ, ചെകുത്താൻ. ഇഡിയറ്റ്. പ്രീത, നിന്നെ കണ്ടത് നന്നായി. ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ മുഴുവൻ നടക്കുകയായിരുന്നു. എന്താ ആന്റി, എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല മോളെ, ജോലിയൊന്നുമില്ല. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം ഷെയർ ചെയ്യണമായിരുന്നു. അത് ആക്ച്വലി എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നു. ഷെർലിൻ, അന്ന് നമ്മളെ രോഹിതിന് വേണ്ടി നോക്കി വെച്ച പെണ്ണില്ലേ, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആലോചിച്ച് വിഷമിക്കുന്നത് മുഴുവൻ അവൾ എപ്പോഴാ വരിക എന്നും എപ്പോഴാണ് രോഹിതിനെ കാണുക എന്നുവാ. ആക്ച്വലി ആന്റി, എനിക്കും ആന്റിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാ ആന്റി വന്നല്ലോ. എന്റെ ദൈവമേ, നല്ലൊരു സുന്ദരി പെണ്ണാണല്ലോ. അതെ ആന്റി, ഈ പെൺകുട്ടി ശരിക്കും സുന്ദരി തന്നെയാ. വളരെ ക്ലാസിയും വളരെ സ്റ്റൈലിഷും. ഈ കുട്ടിയെ ഏത് ചെക്കനും കല്യാണം കഴിക്കാൻ മോഹിച്ചു പോവും. ആന്റി, രോഹിത് സാറിനെ ഈ കുട്ടിയെ പരിചയപ്പെടുത്താം. ഐ എം ഷുവർ സാർ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും മറന്നു പോവും. പിന്നെ പേര് പോലെ എത്ര സുന്ദരമാ, ഷാലിൻ. വാ മോളെ, അവളെ നമുക്ക് പരിചയപ്പെടണ്ടേ? ഞാനോ? ഞാനെന്തിനാ? എന്റെ ഭാവി മരുമകളാണ്, നീ അവളെ പരിചയപ്പെടില്ലേ? വാ. ഷർലിൻ, so nice to see you. ഞാൻ ആന്റി ഇവിടേക്ക് നോക്കുകയായിരുന്നു. And let me tell you one thing, you looking as young as ever. Thank you, and you are as gorgeous as ever. നീ വന്ന നന്നായി. ഞാൻ നിന്നെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ രോഹിത്തിന്റെ അമ്മയ്ക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം. അത് ആന്റി, രോഹിത്. സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഇംപ്രസ്ഡ്, ലൈക്ക് ഇറ്റ്. രോഹിത്തിനെ പരിചയപ്പെടുത്തി തരാം, പക്ഷെ ആദ്യം അവന്റെ അമ്മേ. കം. ഓക്കേ. ഓക്കേ. ആ നോക്ക്, ഇവിടേക്ക് വന്നല്ലോ. എടത്തി, ഇതാണ് ഷർലിൻ. ഷർലിൻ, ഇതാണ് എന്റെ എടത്തി, രോഹിത്തിന്റെ അമ്മ. ഹലോ ആന്റി. ഹലോ മോളെ. കവിത ചേച്ചി, ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഇവളൊരു നല്ല സുന്ദരി കുട്ടി തന്നെയാ. വെരി വെരി പ്രറ്റി. നിനക്കാരുടെയും കണ്ണ് പെടാതിരിക്കട്ടെ മോളെ. മോളെ, ഇവളെ കണ്ടോ? ഇതാണ് പ്രീത. വളരെ നല്ല കുട്ടിയാ. രോഹിതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സമ്മതിപ്പിച്ചത് ഇവളാണ്. അല്ലെങ്കിൽ എന്റെ രോഹിത് കല്യാണം കഴിക്കാൻ സമ്മതിക്കേ ഇല്ലായിരുന്നു. അറിയുവോ, ഞങ്ങളെല്ലാവരും എത്ര കാലമായിട്ട് പരിശ്രമിക്കുന്നു രോഹിതിന് ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. എനിക്കൊരു കാര്യമുണ്ട്. എടത്തി ഒന്ന് വന്നേ. സ്വീറ്റി, ക്യാൻ യു എക്സ്ക്യൂസ് us for a minute? Yeah, sure.
പിന്നെ പ്രീതയാണ് അവനെ ഈ വിവാഹത്തിന് വേണ്ടി പറഞ്ഞു മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവൻ സമ്മതിച്ചത്. ആ എടുത്തിങ്ങി വന്നേ, ഒന്ന് വന്നേ, ഒരു കാര്യം വരൂന്നേ. എടത്തി, ഇതെന്തായി കാണിച്ചേ? ഒന്നുമില്ലല്ലോ, നല്ല സുന്ദരി കുട്ടിയല്ലേ. എടത്തി, ഞാൻ പറഞ്ഞത് ഇങ്ങനൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഷേളിന്റെ മുന്നില്? പ്രീത കാരണമാണ് രോഹിത് കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെ. പക്ഷെ ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും 100 to 100% ശരി തന്നെയല്ലേ? ഒരു കാര്യം തെറ്റായിട്ട് പറഞ്ഞില്ലല്ലോ. പക്ഷെ എടത്തി, ഷേളിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ അവള് വിചാരിക്കും രോഹിത് ഈ കല്യാണത്തിന് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാന്ന്. ഓ എന്റെ ദൈവമേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇത് വലിയ തെറ്റായി പോയല്ലോ. ഇനി എന്ത് ചെയ്യും? കറക്റ്റ്. വന്നപ്പോ തന്നെ എടത്തി ഷേളിന് ഒരു ബോംബ് കൊടുത്ത പോലെ ആയില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ ബോംബെറിയില്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ഷെർലിന്റെ അടുത്ത് ചെല്ലാം, എന്നിട്ട് പറയാം നേരത്തെ രോഹിതിന് കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ അവന് താല്പര്യമുണ്ട്, നല്ല താല്പര്യമുണ്ട്. ഒന്നും വേണ്ട ഏടത്തി, ഇനി ഒന്നും പറയാൻ പോണ്ട, ഞാൻ നോയിക്കോളാം. ഓക്കെ ഓക്കെ. ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. ഇവൾ ഈ വീട്ടിലെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റാ. ഇവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ ശരിയാവില്ല. എനിക്കറിയാം രോഹിത്തിന് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന്. അവന് അവന്റെ കാരിയർ ബിസിനസ്സിലാണ് കൂടുതൽ താല്പര്യം, റൈറ്റ്? ശരിയാ, എല്ലാ മനുഷ്യർക്കും അവരുടേതായ പ്രയോറിറ്റി ഉണ്ടല്ലോ. അതിനനുസരിച്ച് അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്നത്തെ കാലമല്ലേ, എവരിബഡി ഫോളോസ് ദെയർ ഓൺ ഹാർട്ട്. പക്ഷെ രോഹിത്, നീ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അവന്റെ ഫാമിലിക്ക് പോലും അവനെ കൺവിൻസ് ചെയ്യാനായില്ല. അതെന്താ അങ്ങനെ? അത് ഞാൻ വെറുതെ ലെറ്റ് മീ ജസ്റ്റ് ഗെറ്റ് ദിസ് സ്ട്രേറ്റ്. ഒന്നുകിൽ നീ ഫ്രണ്ട് അല്ല, നല്ല പെൺകുട്ടികൾ ഉണ്ട് നല്ല സുഹൃത്തുക്കളാവുന്നവർ, അല്ലെങ്കിൽ എന്റെ റൈവലാണ് നീ. വാട്ട് യു കോൾ ഇറ്റ് ഇൻ മലയാളം? പ്രതിയോഗി. പിന്നെ ഇനി നീ പ്രതിയോഗിയാണെങ്കിൽ തന്നെ എനിക്കൊരു കുഴപ്പമില്ല. ഡു യു നോ വൈ? ബിക്കോസ് ഐ ലവ് ചാലഞ്ചസ്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്ലിയർ. നല്ല സുഹൃത്തോ അതോ പ്രതിയോഗിയോ? ഫ്രണ്ട്. ഫ്രണ്ട്, വെറും ഫ്രണ്ട്. ഒരു സുഹൃത്ത് അയാളുടെ സ്വന്തം സുഹൃത്തിനെ സഹായിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, ദാറ്റ്സ് ഫൈൻ. ഇനി നീ ഒന്ന് പറഞ്ഞേ, ഇതിൽ രോഹിത് ആരാണ്? അവനെ കാണാൻ എങ്ങനെയാ? ഇവിടെ ഉണ്ടായിരുന്നു. അതാ അവിടെ, ആ കോർണറില്. ആ ഫോണിൽ സംസാരിക്കുന്നതാണോ? എക്സാക്ട്ലി. പാർട്ടിയിലും ജോലിയോ? വളരെ ഉത്തരവാദിത്തമുള്ള, വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സ്വന്തം ഫ്രണ്ട്സിനെയും ഫാമിലിയെയും എത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറയേ വേണ്ട. ആരെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട സഹായിക്കാൻ ആദ്യം വരുന്നത് എപ്പോഴും രോഹിത് സാർ തന്നെയായിരിക്കും. ഇതിനു മുൻപ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹമാണെങ്കിൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. ഓ മൈ മൈ, ആർ യു ഷുവർ? ഇവിടെ ലവ്, പ്രേമം, ഇഷ്ടം അങ്ങനെ ഒരു ആംഗിൾ ഇല്ലെന്നാണോ? ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ പിന്നെയും തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ. പിന്നെ എന്റെ മനസ്സിൽ അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. അദ്ദേഹത്തെ പോലൊരു നല്ല വ്യക്തിയെ എല്ലാവരും അറിയാതെ ബഹുമാനിച്ചു പോകും. ഓക്കെ ഓക്കെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാം. ആൻഡ് ഇൻഫാക്ട് നീ രോഹിത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഞാൻ അവന് ഐ തിങ്ക് ഐ ഗിവ് ഹിം 8 out of 10. What's it? 8? Yeah. എങ്കിൽ പിന്നെ നിങ്ങള് 10 out of 10 ആർക്കാ കൊടുക്കുക? You'll know. ഷർലിൻ, ഡാർലിംഗ് വരൂ. നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണുള്ളത്. നിനക്കറിയാമോ, നിന്നിലെ ഏതു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്? ഏത് കാര്യം? നീ ഇങ്ങനെ നാണിച്ചിരിക്കുമ്പോൾ എത്ര സുന്ദരിയാണെന്നോ. ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇത്രയ്ക്ക് നാണമൊന്നും ഒരു പെൺകുട്ടികളിലും കാണാറില്ല. അതത്ര നന്നല്ല. അക്ഷയ് ശരിക്കും സിമ്പിളും നാടൻ രീതിയിലും ചിന്തിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. കാരണം അല്പം നാണം പെൺകുട്ടികൾക്ക് ഒരു അലങ്കാരമാണ്. ഓ മിസ് സൈക്കോ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ അത്ര പെട്ടെന്ന് വെറുതെ വിടുമെന്നോ? നീ ഡാൻസ് ഫ്ലോറിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലേ? എന്നെ ഇൻസൾട്ട് ചെയ്തു, കിരൺ നമ്പ്യാരെ. ഇതിന് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തിരിക്കും ഇപ്പൊ തന്നെ. കിരൺ, നീ എവിടേക്കാടാ അപ്രത്യക്ഷനായേ? അല്ല, ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നേ.
അല്ല നീ എന്തിനാ എന്നെ അന്വേഷിച്ചേ? ഇവിടെ നിന്നെ ബോറടിപ്പിച്ചോ? ചേട്ടാ ചുമ്മാ ഓരോന്ന് പറയല്ലേ. എന്റെ കാർത്തിക ഒട്ടും ബോറടിപ്പിക്കില്ല. വളരെ സ്വീറ്റ് ആണ്. ഓഹോ, ഇതിപ്പോ നിന്റെ കാർത്തികയായോ? നോക്ക്, മാൻ ടു മാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തെ നീ കൊണ്ടുപോവാ. ഇവിടെ എന്നെ അമ്മയ്ക്ക് എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നേ? ആണോ? അതെങ്ങനെ? അതെങ്ങനെയാണെന്നോ, രാവിലെ എനിക്ക് നേരത്തെ ഉണരണമെന്ന് വെച്ചോ, ഇവള് രാത്രിയെ വിളിക്കാൻ തുടങ്ങുന്നേ. പക്ഷേ നീ പറയുന്ന ഈ രാത്രി രാവിലെ 7 മണിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ നീ ഇവനോട് എല്ലാം തുറന്നു പറയാം. നീ ഇവനോട് പറയാം, നീ പാറ വെക്കുന്ന കാര്യമൊക്കെ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പിന്നെ എനിക്ക് പ്രാക്ടീസിന് പോകേണ്ട സമയത്തുണ്ടല്ലോ, ഇവളാണെങ്കിൽ മധുരം കഴിപ്പിച്ച് എന്നെ വിടാറുള്ളൂ. വലിയ നിഷ്കളങ്ക ഇവള്. ഐ മീൻ കമോൺ. ഞാൻ ഇതിനെ ഭരിക്കലെന്നല്ല പറയാ, ഇതിനെ കെയർ ടേക്കിംഗ് എന്നാ പറയാ. ഇത് ഇന്നത്തെ കാലത്തെ സ്ത്രീകളിൽ വളരെ മിസ്സിംഗ് ആണ്. പക്ഷേ എനിക്ക് ശരിക്കും സിമ്പിളായ, വളരെ അടക്കം ഒതുക്കമുള്ള ഒരു പെണ്ണിനെയാണ് ഇഷ്ടം. അതുകൊണ്ടല്ലേ ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടെ. സൂപ്പർ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ അടക്കം ഒതുക്കുള്ള പെമ്പിളരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതായത് എനിക്ക് കുറച്ച് നോട്ടി ആയിട്ടുള്ള, കുറച്ച് ഇളക്കമുള്ള, എൻജോയ് ചെയ്യുന്ന ടൈപ്പ് പെമ്പിളരെ ഇഷ്ടം. ഹായ് ഗൈസ്, കൺഗ്രാറ്റുലേഷൻസ് അക്ഷയ് ആൻഡ് കൃതിക. ബൈ ദ വേ, നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടില്ല. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം സോഫിയ. പിന്നെ ഞാൻ കിരണിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. കിരൺ, നീ ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. രാവിലെ തന്നെ ഞാൻ കാണിച്ചല്ലേ. ഓ ഗോഡ്, ഇവളുടെ അമ്മ ഇങ്ങോട്ട് വരികയാണല്ലോ. ഇനി ഇവര് രണ്ടുപേരും ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യും. അത് പിന്നെ രോഹിത് ഏട്ടൻ എന്നെ അന്വേഷിക്കുക എന്തോ ആവശ്യത്തിന്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇതാ വരുന്നു. പോരാം. പാവം കിരൺ ചേട്ടൻ. ചേട്ടൻ അറിയില്ലല്ലോ രോഹിത് ചേട്ടന്റെ കണ്ണ് ചേട്ടന്റെ ഗേൾഫ്രണ്ടിലാണെന്ന്. എന്റെ ദൈവമേ, ഈ രണ്ടുപേരുടെ ഇടയിൽ ക്ലാഷ് ഉണ്ടാവല്ലേ. നോക്കി നടക്കാൻ അറിയില്ലടോ തനിക്ക്. സർ നിങ്ങളോ? നീ യെസ് സർ. നീ ഇതൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകുന്നേ? എന്താ സർ, സർ മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് കൂടെ വന്നതാണെന്ന്. ഇന്നത്തെ ഇവന്റ് ഞാനാ മാനേജ് ചെയ്യുന്നത്. ഗസ്റ്റിന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇന്ന് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് സർ. അതുകൊണ്ടാ എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നേ. See you. ബൈ സർ. സൃഷ്ടി. യെസ് സർ. നിന്റെ ബുദ്ധി കുറെ വേണ്ടാത്ത കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ടല്ലേ? സർ അങ്ങനെ പറഞ്ഞു. ഐ മീൻ ഐ നീഡ് യുവർ ഹെൽപ്പ്.